Good afternoon. Good afternoon. Good afternoon. എല്ലാരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രേയർ ചെയ്തോളൂണ്ടോ? പ്രേയർ പ്രേയറിനാരും റെഡി അല്ലേ? മിസ്സി ഞാൻ പറയട്ടെ. പറഞ്ഞു. Dear God, please be with me today in everything I will face. Help me to learn well at our class. I pray that I will be a good friend to those around me today. Thank you all. സൈൻ ഇൻ ആരാ ചെയ്യുന്നേ? സൈൻ ഇൻ. Thought of the day, ma'am. Good afternoon, everyone. Sometimes it's not ego, it's self-respect. സ്വന്തം അഭിമാനം നഷ്ടപ്പെടുത്തി ബന്ധങ്ങൾ നിലനിർത്തുന്നതിനേക്കാളും തനിയെ നിലനിൽക്കുന്നതാണ് അന്തസ്സ്. താങ്ക് യു മാം. സൈൻ ഇൻ ഉണ്ടോ? സൈൻ ഇൻ. യെസ് മാം. ഓക്കെ. Good afternoon, everyone. I happily welcome our ma'am and my dear friends to this online class. I conclude by saying, may God bless us, ma'am, who has come to teach us today. Thank you. ഓക്കെ, താങ്ക് യു. ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ആക്ടിവിറ്റി? യെസ് മാം. എന്തായിരുന്നു? നോയ്സിന്റെ ഷോർട്ട് നോട്ടും പിന്നെ മറ്റേ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സെമിനാറും. ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സെമിനാർ കണ്ടക്ട് ചെയ്യാം അല്ലേ? തുടങ്ങാം. യെസ് മാം. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ PDF ഒന്ന് എടുത്തോട്ടെ. എവിടെ വരെയായിരുന്നു ക്ലാസ്സിൽ നമ്മള് ടോപ്പിക് ഏതുവരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഒക്കെ പറഞ്ഞായിരുന്നോ? വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ് അത് കംപ്ലീറ്റ് ആയിരുന്നു. അത് കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? ഇനി വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ആരാണ് ഫസ്റ്റ് സെമിനാർ പ്രിപ്പയർ കണ്ടക്ട് ചെയ്യുന്നത്? കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറയാം. മിനു സുരേഷ് പറഞ്ഞു കേട്ടോ. ഓക്കെ മാം. Components of communication. Communication is the process of exchanging information, ideas, feelings, or messages between individuals or group. For communication to be effective, it involves several key points. അതായത് സംരക്ഷണം എന്നത് ഗ്രൂപ്പുകളായിട്ടോ രണ്ടുപേരുടെയോ ഇടയിൽ വരുന്ന ആശയങ്ങള്, വികാരങ്ങള് എന്നിവ പരസ്പരം കൈമാറുന്ന പ്രക്രിയയാണ്. ഇത് പല ഘടകങ്ങളുണ്ട് ഇതിന്. സെൻഡർ, സന്ദേശം അയക്കുന്നത്. ദ പേഴ്സൺ ഹു ഒറിജിനേറ്റ്സ് ഓർ സെൻസ് ദ മെസ്സേജ്.
The sender is responsible for encoding the message clearly. അതായത് സന്ദേശം അയക്കുന്ന വ്യക്തി ആശയം വ്യക്തമായി അവതരിപ്പിക്കുന്നത് ആളുടെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ മെസ്സേജ്, ദ ഇൻഫർമേഷൻ, ഐഡിയ ഓർ തോട്ട് ദാറ്റ് ദ സെൻഡർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. അത് അയക്കുന്ന ആള് അയാള് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങള് അല്ലെങ്കിൽ ആശയം, ചിന്തകള്, ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയണത്. ഇതാണ് കമ്മ്യൂണിക്കേറ്റിൽ വരുന്നത്. മെസ്സേജ് കറക്റ്റായിട്ട് അയാളുടെ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അയക്കണം. പിന്നെ എൻകോഡിങ്, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഐഡിയാസ് ഓർ തോട്ട്സ് ഇൻ ടു സിംബൽസ്, വേർഡ്സ് ഓർ അതർ ഫോംസ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. അതായത് എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നങ്ങള്, പിന്നെ ചലനങ്ങൾ, അങ്ങനെ തുടങ്ങിയ പ്രക്രിയയിൽ കൂടെ കോഡ്, അതായത് കോഡ് ചെയ്ത് ആശയം വിശദമാക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു മീഡിയം, അതായത് ചാനൽ, ദ മീൻസ് ഓർ പാത്ത് ത്രൂ വിച്ച് ദ മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ്, ഫോർ എക്സാമ്പിൾ സ്പീച്ച്, റൈറ്റിംഗ്, ഫോൺ ഓർ ഇമെയിൽ. അതായത് ഒരു സന്ദേശം അയക്കുന്നത് സംസാരിക്കുക, അതുപോലെ എഴുതുക, പിന്നെ ഫോണിൽ കൂടെ, ഇമെയിൽ കൂടെ ഒക്കെ ആയിട്ട് നമ്മൾ സന്ദേശം അങ്ങനെ ഒരു ആശയവിനിമയം ശരിയാക്കണം. പിന്നെ അത് സ്വീകരിക്കുന്ന ആളുണ്ട്, ദ പേഴ്സൺ ഓർ റിസീവർ എന്ന് പറയുന്നത്, ദ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഹു റിസീവ്സ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ദ മെസ്സേജ്. അതായത് സന്ദേശം സ്വീകരിക്കുന്ന വ്യക്തിയോ ആ ഒരു ഗ്രൂപ്പിനെയോ ആണ് സ്വീകരിക്കുന്നത്, റിസീവർ എന്ന് പറയുന്നത്. പിന്നെ ഡീകോഡിംഗ്, അതായത് ദ പ്രോസസ് ബൈ വിച്ച് ദ റിസീവർ ഇന്റർപ്രറ്റ്സ് ഓർ മേക്സ് സെൻസ് ഓഫ് ദ മെസ്സേജ്. അതായത് സന്ദേശം അയക്കുമ്പോൾ സ്വീകരിക്കുന്നവൻ അത് മനസ്സിലാക്കണം, അതായത് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഡീകോഡിംഗ്, വ്യാഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പ്രതികരണം. മെസ്സേജുകൾ നമ്മൾ അയക്കുമ്പോൾ അതിന്റെ പ്രതികരണം, ദ റെസ്പോൺസ് ഗിവൺ ബൈ ദ റിസീവർ ടു ദ സെൻഡർ. ഇറ്റ് ഹെൽപ്സ് ദ സെൻഡർ നോ വെദർ ദ മെസ്സേജ് വാസ് അണ്ടർസ്റ്റുഡ് കറക്റ്റ്ലി. അതായത് സന്ദേശം ശരിയായിട്ട് അവർ മനസ്സിലാക്കിയോ എന്നറിയാൻ സ്വീകരിക്കാൻ, നമ്മൾക്ക് മെസ്സേജ് ഒരാൾ അയച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചെന്തെങ്കിലും പ്രതികരണം നമ്മൾ അറിയിക്കണം. അത് മെസ്സേജ് അയക്കുന്ന ആൾക്ക് നമുക്കത് കറക്റ്റായിട്ട് നമ്മളത് മനസ്സിലാക്കിയോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ഇതാണ് ഫീഡ്ബാക്ക്. പിന്നെ ശബ്ദം, നോയ്സ്, എനി ഡിസ്റ്റർബൻസ് ഓർ ബാരിയർ ദാറ്റ് ഇന്ററാക്ട് വിത്ത് ദ മെസ്സേജ് ഡ്യൂറിംഗ് ട്രാൻസ്മിഷൻ, സച്ച് ആസ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, ലാംഗ്വേജ് ഇഷ്യൂസ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതായത് സന്ദേശം അയക്കുമ്പോൾ ഇടയിൽ വല്ല തടസ്സങ്ങൾ വരികയാണ്, നമ്മൾ വല്ല വോയിസ് അയക്കുകയോ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വല്ല തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ നമ്മളത് കറക്റ്റാക്കിയിട്ട് സന്ദേശം കറക്റ്റാക്കി അയക്കാൻ ശ്രമിക്കണം. ഓൾ ദ കമ്പോണൻസ്, പിന്നെ all the components work together to ensure smooth and effective communication. If any part fails, communication process become incomplete or unclear. അതായത് ഈ ഘടകങ്ങളൊക്കെ ചേർന്നാലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് മെസ്സേജ് അയച്ചാലും ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് അയച്ചു കഴിഞ്ഞാൽ അത് അപൂർണമായി തന്നെ ഇരിക്കും. കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ഞാൻ പറയാം. കമ്മ്യൂണിക്കേഷന് എപ്പോഴും 2 വ്യക്തികൾ ആവശ്യമാണ്. ആശയങ്ങൾ അയക്കുന്ന ആള് സെൻഡർ ആയിട്ടും അയക്കുന്ന ആശയങ്ങൾ സ്വീകരിക്കുന്ന ആള് റിസീവറുമാണ്.
ഇവരുടെ കമ്മ്യൂണിക്കേഷന്റെ ആശയങ്ങൾ സ്വീകരിച്ച് അതിൽ നിന്നും എന്താണോ റിസീവർക്ക് മനസ്സിലായത് അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതിൽ സെൻഡർ ആശയങ്ങൾ കൈമാറുമ്പോൾ ആശയങ്ങൾ ചിഹ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ ബോഡി പാട്ട് ചലനങ്ങളായിട്ടോ ആണ് ആശയങ്ങൾ റിസീവറിലേക്ക് എത്തുന്നത്. ഇതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇതിനെപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഒരു മീഡിയം ആവശ്യമാണ്. മീഡിയം ഫോണായിട്ടോ അല്ലെങ്കിൽ കത്ത് വഴിയോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മീഡിയം ചൂസ് ചെയ്യാം. ഈ മീഡിയത്തിലൂടെ നമ്മൾ ആശയങ്ങൾ കൈമാറും. അത് സെൻഡറിന്റെ കയ്യിൽ നിന്നായാലും റിസീവറിന്റെ അടുത്തു നിന്നും എന്തെങ്കിലും നോയ്സ് ഉണ്ടാവുമ്പോൾ അവര് അയക്കുന്ന ആശയങ്ങൾ വ്യക്തമായിട്ട് സ്വീകരിക്കുന്ന ആൾക്ക് കിട്ടില്ല. അപ്പോൾ ആശയങ്ങൾ അയക്കുമ്പോൾ നോയ്സ് ഇല്ലാതെ പരമാവധി നോയ്സ് കുറച്ച് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരണമൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുന്ന ഈ സെൻഡർ അയച്ചിട്ടുള്ള ആശയങ്ങൾ റിസീവർക്ക് കിട്ടി. ആളത് നന്നായി മനസ്സിലാക്കി അതിനനുസരിച്ച് അത് ഡീകോഡ് ചെയ്ത് എന്താണോ സെൻഡർ പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള അറിവുമ്പോഴാണ് അതിനൊരു ഫീഡ്ബാക്ക് ഉണ്ടാകുന്നത്. പിന്നെ അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഒരു സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുന്നത് സെൻഡറും റിസീവറും അവരുടെ കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പിന്നെ മനസ്സിലാകുന്ന രീതിയിലും ആശയങ്ങൾ കൈമാറുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവുന്നത്. മീൻസ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറയണം. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതാണോ? അല്ല, ബാക്കി കൂടി പറയണോ? ഇതിൽ കൂടി ഇല്ല അത് ഞാൻ പറയാം. ഞാൻ പറയുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. അത് ക്ലാസ്സിന്റെ പറയിപ്പിച്ചിരുന്നു കുറച്ചുപേരെ കൊണ്ട്. നോയ്സിന്റെയാണ് പറയാത്തത്. നോയ്സിന്റെ നിങ്ങൾ എഴുതിയിട്ടില്ലേ? നോയ്സിന്റെ അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയും. ഞാൻ പറയാം. പറഞ്ഞോളൂ. സെമിനാർ നമ്മുടെ സബ്ജക്റ്റ് കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രൊഡക്ഷൻ, കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫിൽ, ഹ്യൂമൻ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്കുള്ളിൽ ആശയങ്ങള്, വികാരങ്ങള്, ചിന്തകള്, ഐഡിയകള് ഒക്കെ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യബന്ധങ്ങളിൽ പ്രധാനമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പരസ്പരം ബന്ധപ്പെടുത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു മനുഷ്യബന്ധം നിലനിർത്താൻ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ വേ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ ഉള്ളിലുള്ള ആശയങ്ങളും ഐഡിയകളിലും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ നമ്മളെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം എന്നുള്ളത്. രണ്ടുപേര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണയോ ഉണ്ടാകാം. പക്ഷെ പരസ്പരം സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. സംസാരിക്കാതിരിക്കുന്നിടത്തോളം കാലം ആ പ്രശ്നങ്ങൾ എന്നും നിലനിൽക്കും. ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ടീം വർക്ക് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും നമുക്കൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ടീം വർക്ക് അത് മെച്ചപ്പെടുത്താനും അതുവഴി നമ്മുടെ ജോലി നല്ല രീതിയിൽ ചെയ്യാനും നല്ല സാലറി ഏൺ ചെയ്യാനും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് സെറ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മളെ സഹായിക്കുന്നു. പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ വളർച്ച. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ സെറ്റ് ചെയ്യാനും അതിന് സഹായിക്കാനും അതിന് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആ ഗോളിനെ കുറിച്ച് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയാളിൽ നിന്ന് നമ്മൾ സഹായങ്ങൾ സ്വീകരിക്കുക വഴി നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും നമ്മുടെ ഗോളുകളൊക്കെ നേടിയെടുക്കാനും നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ സഹായിക്കും.
പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്കിടയിൽ നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും വളർന്നു വരും. അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയോട് ഇങ്ങോട്ട് സംസാരിക്കാത്ത ഒരാളോട് അങ്ങോട്ട് സംസാരിക്കാനും ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അധികം ഫ്രണ്ട്ഷിപ്പോ വലിയ ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും എന്നും നിലനിൽക്കും. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് ഗുണം ചെയ്യും നല്ല കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ കുട്ടികളിലെ വൈജ്ഞാനിക വികാസത്തിന് സാമൂഹിക ഇടപെടലുകൾ മെച്ചപ്പെടുത്താൻ അങ്ങനെ കുട്ടികളുടെ എഡ്യൂക്കേഷന് നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പ്രയോജനപ്പെടും. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അധ്യാപകനും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റുഡന്റും ആണെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ നടക്കും. പിന്നെ അടുത്ത ഒരു ഗുണം കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഈ കമ്മ്യൂണിക്കേഷനെ കൊണ്ട് സാധിക്കും. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ നമ്മൾ രണ്ട് രാജ്യങ്ങളെ വരെ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ പോകുന്ന ആൾക്കാർ പണ്ടൊക്കെ പേർഷ്യക്ക് പോകുന്ന ഒരു വലിയ കാര്യമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പോകുന്ന ജോലിക്ക് വേണ്ടി പോകുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ, അയാൾക്ക് ജോലി കിട്ടിയോ, അയാൾ ഭക്ഷണം കഴിച്ചോ, അങ്ങനെയൊന്നും വീട്ടിലിരിക്കുന്ന ആ ഫാമിലിക്ക് നമുക്ക് അറിയാൻ പറ്റിയില്ല. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയം ഉണ്ട്, മൊബൈൽ ഫോൺ, ഇമെയില്, വാട്സപ്പ്, അങ്ങനെ നമുക്ക് എത്ര ദൂരെ ഇരിക്കുന്ന ആളേലും അടുത്ത രാജ്യത്തിരിക്കുന്ന ആളെ പോലെ ആയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കിപ്പോ ഒരു മീഡിയം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയോ, അയാൾക്ക് ജോലി കിട്ടിയോ, അയാൾ ഭക്ഷണം കഴിച്ചോ, അയാൾ ഓക്കെ ആയിട്ടിരിക്കുന്നോ എന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ഉള്ളത് കൊണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉള്ളത് കൊണ്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടും നമുക്കറിയാൻ സാധിക്കും. പിന്നെ പണ്ട് പട്ടാളക്കാര് ജോലിക്ക് പോകുമ്പോൾ നമ്മളൊക്കെ സമാധാനമായിട്ട് പട്ടാളക്കാർ കാവല് നിൽക്കുന്നതുകൊണ്ട് ഉറങ്ങും. പക്ഷെ പട്ടാളക്കാരുടെ വീട്ടിലുള്ളവരെന്നും സമാധാനമില്ലാതെ ഉറങ്ങുന്നവരാ. അവിടെ എന്താണ് സ്ഥിതി, യുദ്ധം നടക്കുന്നുണ്ടോ, നമ്മുടെ ഫാമിലി മെമ്പർ അവിടെ സുരക്ഷിതനാണോ എന്ന് അറിയാതെ ഒരു സമാധാനം കിട്ടാതെയാണ് പട്ടാളക്കാരുടെ വീട്ടുകാരും ഇരുന്നത്. പക്ഷെ ഇപ്പം കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഡെവലപ്പായി ടെക്നോളജികൾ വളർന്നതുകൊണ്ട് പട്ടാളക്കാരെ വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവരവിടെ സുരക്ഷിതരാണെന്നുള്ള സമാധാനത്തോടെ വീട്ടുകാർക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് വാക്കാലുള്ള ആശയവിനിമയം. അത് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾ നടത്തുകയോ ഒക്കെ വഴി വാക്കാൽ നമുക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെയാണ് ആംഗ്യഭാഷ. അത് നമ്മുടെ മുഖഭാവം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശരീരഭാഷകൾ കൊണ്ടോ അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി മൂവ്മെന്റുകൾ കൊണ്ടോ നമ്മുടെ ഉള്ളിലെ ആശയം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ആംഗ്യഭാഷ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ ആണ് എഴുതപ്പെട്ടവ. അത് നമ്മൾ ഒരു മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുകയോ അല്ലെങ്കിൽ ഒരു ലെറ്റർ അയക്കുകയോ ഒരു ഇമെയിൽ അയക്കുകയോ അങ്ങനെ വാക്കുകൾ കൊണ്ട് എഴുതി നമ്മുടെ ഉള്ളിലെ കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനാണ് എഴുതപ്പെട്ട കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെയാണ് വിഷ്വലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതൊരു ചിത്രങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോകളുടെ രൂപത്തിലോ സിമ്പലിന്റെ രൂപത്തിലോ നമ്മുടെ ഉള്ളിലെ കാര്യം വേറൊരാളിലേക്ക് എത്തിക്കുന്നതാണ് വിഷ്വലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടോപ്പിക് കമ്പോണൻസ്. കമ്മ്യൂണിക്കേഷന് പ്രധാനമായിട്ടും 6 കമ്പോണൻസ് ആണ് ഉള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സെൻഡർ, റിസീവർ, എൻകോഡ്, ഡീകോഡ്, ചാനൽ, ഫീഡ്ബാക്ക്. സെൻഡർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു 2 വേ ആയിരിക്കും. ഒരാൾക്ക് തനിച്ചൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ തനിയെ സംസാരിക്കുന്നതിനെ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയില്ല. 2 പേരുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുള്ളൂ. ഇപ്പൊ ഏതൊരു കമ്മ്യൂണിക്കേഷനും സ്റ്റാർട്ട് ചെയ്യാൻ ഒരാൾ വേണം. രണ്ടാളും മിണ്ടാതെ നിൽക്കുന്നതിനെയും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും ഒരാള് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ ആ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഫോൺ വിളിക്കാനോ ആദ്യം ശ്രമിക്കുന്ന ആ ആളാണ് സെൻഡർ എന്ന് പറയുന്നത്. അല്ലെ ആ കാര്യം പറഞ്ഞു തുടങ്ങുന്ന ആളാണ് സെൻഡർ എന്ന് പറയുന്നത്. പിന്നെ റിസീവർ എന്ന് പറയുന്നത് സെൻഡർ കൊടുക്കുന്ന മെസ്സേജോ ഫോൺ കോളോ അല്ലെ ഇമെയിലോ അത് റിസീവ് ചെയ്ത് അല്ലെങ്കിൽ സെൻഡർ പറയണ കാര്യം കേൾക്കുന്ന ആ വ്യക്തിയെയാണ് റിസീവർ എന്ന് പറയുന്നത്. പിന്നെ എൻകോഡ് എന്ന് പറഞ്ഞാൽ സെൻഡർ അയക്കുന്ന ഒരു മെസ്സേജ് അയാളുടെ ഉള്ളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അയാൾ മെസ്സേജിന്റെ രൂപത്തിലോ അല്ലെ ഒരു പിക്ചറിന്റെ രൂപത്തിലോ അല്ലെ ഒരു സിമ്പലിന്റെ രൂപത്തിലോ ഏതെങ്കിലും ഒരു ഫോമിലാക്കിയാണ് റിസീവറിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അയാള് മെസ്സേജ് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഫോം, പിക്ചറോ മെസ്സേജോ എന്താണോ അതിനെയാണ് എൻകോഡ് എന്ന് പറയുന്നത്. അയാളുടെ ഉള്ളിലെ മെസ്സേജുകളെ എൻകോഡ് ചെയ്ത് ഒരു ഫോമിലാക്കിയാണ് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അത് മെസ്സേജ് ആകാം, സിമ്പൽ ആകാം, പിക്ചർ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അതിനെയാണ് എൻകോഡ് എന്ന് പറയുന്നത്. പിന്നെ ഡീകോഡ് എന്ന് പറയുന്നത് സെൻഡർ അയച്ച ആ മെസ്സേജ്
റിസീവർ മനസ്സിലാക്കി എടുക്കണം. സെൻഡർ ഒരു സിമ്പൽ ആണ് അയച്ചെങ്കിൽ ആ സിമ്പലിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി സെൻഡർ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് റിസീവർ മനസ്സിലാക്കി എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഡീകോഡ് എന്ന് പറയുന്നത്. പിന്നെ ചാനൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു മീഡിയം, സെൻഡർക്ക് റിസീവറിലേക്ക് കാര്യം എത്തിക്കാനുള്ള ആ മീഡിയം എന്താണോ, ചിലപ്പോൾ വാക്കാലുള്ള സംസാരമാകാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടെ ആകാം, അല്ലെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യുന്നതാകാം. അങ്ങനെ സെൻഡർ ഉപയോഗിക്കുന്ന ആ മീഡിയം എന്താണോ അതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. പിന്നെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റിസീവർ, സെൻഡറിന്റെ മെസ്സേജ് കിട്ടിയ റിസീവർ സെൻഡർക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ കൊടുക്കണം. അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. സെൻഡർ പറയുന്ന ഒരാൾ പറയുന്ന കാര്യത്തോട് നമുക്ക് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നവരും ഉണ്ട്, നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവരും ഉണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. റിസീവറിന്റെ മനസ്സിൽ എന്താണ്, അത് സെൻഡർ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും യോജിക്കുന്നില്ലെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് റിസീവറിനെ അറിയിക്കുക എന്നുള്ളത് സെൻഡറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റിസീവറിന്റെ മനോധർമ്മം അനുസരിച്ച് സെൻഡർക്ക് മറുപടി കൊടുക്കുക എന്നുള്ള ആ മറുപടി കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇത്രയും ഈ 6 കമ്പോണൻസ് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് കമ്മ്യൂണിക്കേഷന്റെ. ഇത് കൂടാതെ ഒരു 7 കമ്പോണൻസും കൂടെ കമ്മ്യൂണിക്കേഷനുണ്ട്. അത് 7 C's എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ക്ലാരിറ്റി. അതായത് നമ്മൾ ഒരു മെസ്സേജ് അയക്കോ അല്ലെ ഒരു കാര്യം പറയോ അല്ല നമ്മുടെ ഉള്ളിലെ ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് വളരെ ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ആയിരിക്കണം. അത് സിമ്പിൾ ആയിരിക്കണം. നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആളെ കൺഫ്യൂഷൻ ആക്കാതെ നമ്മൾ പറയുന്ന കാര്യം ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് റിസീവറിലേക്ക് എത്തിക്കണം. കേൾക്കുന്ന ആൾക്കത് മനസ്സിലാകണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹം ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാൽ കേൾക്കുന്ന ആൾക്കൊന്നും മനസ്സിലാവില്ല. അദ്ദേഹം എന്താ സംസാരിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും പിടികിട്ടില്ല. ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആയിരിക്കില്ല അദ്ദേഹം തിരിച്ചു സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും നമുക്ക് എന്താണ് പറയുന്നത് മനസ്സിലാകില്ല. അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. പിന്നെ രണ്ടാമത്തെ ഒരു കമ്പോണന്റ് ആണ് കോർട്ടസി ആൻഡ് കൺസിഡറേഷൻ. നമ്മള് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓഡിയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ റിസീവറിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം, അയാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം, അവർ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ സെൻട്രയുടെ ഇമോഷൻസ് മൊത്തം മറ്റൊരാളുടെ മുകളിലേക്ക് വെറുതെ പറഞ്ഞ് തീർക്കരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. പിന്നെ കംപ്ലീറ്റ്നെസ്, അടുത്തൊരു കമ്പോണന്റ് ആണ് കംപ്ലീറ്റ്നെസ്. അത് നോ നെസസറി ഫോർ ഇൻഫോർമേഷൻ ഈസ് മിസ്ഡ്. ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു, പക്ഷെ പറയാനുള്ള കാര്യം മാത്രം പറഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. എന്ത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏത് വേയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അതിലെ ഇമ്പോർട്ടന്റ് ആയ കാര്യം റിസീവറിലേക്ക് എത്തിയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ മെസ്സേജുകൾ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വേണ്ടുന്ന കാര്യം കൃത്യമായി റിസീവറിൽ എത്തി അയാൾ അത് മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെ അടുത്ത ഒരു കമ്പോണന്റ് ആണ് കറക്റ്റ്നെസ്. നമ്മൾ ഒരു ഇൻഫോർമേഷൻ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ ഇൻഫോർമേഷൻ കറക്റ്റ് ആണെന്ന്, അത് ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം. അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതിൽ അവിടുന്ന് പറയുന്ന ഇവിടുന്ന് പറയുന്ന കേട്ട് മറ്റൊരാളിലേക്ക് നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യരുത്. നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ത് തന്നെ കാര്യമായാലും അത് ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ മറ്റൊരാളിലേക്ക് അത് എത്തിക്കാമുള്ളൂ. പിന്നെ നമ്മൾ ഈ മൊബൈൽ ഫോണോ വോയിസ് മെസ്സേജോ ആ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അതിന് ആക്യുറേറ്റ് സൗണ്ട് ഉണ്ടെന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് പറയുന്ന കേൾക്കാമെന്നും ക്ലിയർ ആണെന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ആ മെസ്സേജ് റിസീവറിലേക്ക് സെൻഡ് ചെയ്യാൻ. പിന്നെ അടുത്ത ഒരു കമ്പോണന്റ് ആണ് കൺസീസ്നെസ്. അത് ഈസി ആയിരിക്കണം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ റിസീവർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ ഈസി ആയിരിക്കണം. അത് സ്ട്രെയിറ്റ് പോയിന്റിലേക്ക് വരണം. അല്ലാണ്ട് പറയാനുള്ള കാര്യം പറയാതെ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് ആ പോയിന്റിൽ എത്തി നിൽക്കണം. കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണം. പിന്നെ അടുത്ത ഒരു കമ്പോണന്റ് ആണ് കോൺക്രീറ്റ്നെസ്. അതായത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആ കാര്യം പറയണം.
എന്താണോ നമ്മൾ എന്ത് മെസ്സേജ് ആണോ നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആ കാര്യം സ്പെസിഫിക് ആയിട്ട് പറയണം. അല്ലാണ്ട് അതിന്റെ അപ്പുറവും ഇപ്പുറവും പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച കാര്യം റിസീവർ മനസ്സിലാക്കി എടുക്കട്ടെ എന്ന് ചിന്തിക്കാതെ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യം അല്ലെ ആ ടോപ്പിക്ക് സ്പെസിഫിക് ആയിട്ട് റിസീവറോട് പറയണം. ചിലപ്പോൾ അത് ഊഹിച്ചെടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന റിസീവർ. സോ അങ്ങനെ അവർ ഊഹിച്ച് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിക്കാതെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യം നമ്മൾ അയാളോട് പറയണം. പിന്നെ ലാസ്റ്റത്തെയാണ് എമ്പതി. അത് ആ റിസീവറിനോട് ഒരു എമ്പതിയോട് കൂടി വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലെ ഞാൻ ഈ പറയുന്ന കാര്യം നീ അനുസരിക്കണം, ഞാൻ ഈ പറയുന്ന കാര്യം നീ ചെയ്യണം, അങ്ങനെ ആയിരിക്കരുത്. അയാളോട് ഒരു എമ്പതറ്റിക് ആയിട്ട് വേണം നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അത് അയാളുടെ മാനസികമായ അവസ്ഥയെ കൂടെ പരിഗണിച്ചുകൊണ്ട് എമ്പതിയോട് കൂടി നമ്മൾ അയാളോട് സംസാരിക്കണം. ഇത്രയും നമ്മൾ പറഞ്ഞതും ഒരു സെന്ററിന്റെ ഭാഗത്തു നിന്നുള്ള കമ്പോണൻസുകളാണ്. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു സെന്റർ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ റിസീവർക്കും ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്. ചില കമ്പോണൻസ് റിസീവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. റിസീവറിന്റെ ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാണ് ആക്റ്റീവ് ലിസണിങ്. അതായത് സെന്റർ ഒരു കാര്യം പറയുമ്പോൾ ആ സെന്റർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അയാള് സെന്റർ അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ എന്നല്ലാതെ അയാൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് അയാളെ അറ്റൻഷനോട് കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് റിസീവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പിന്നെ വെർബൽ ആയിട്ടായാലും നോൺ വെർബൽ ആയിട്ടായാലും ഈ സെന്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി റിസീവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആകുള്ളൂ. അല്ലെങ്കിൽ സെന്റർ എന്തെങ്കിലും പറയുന്നു, റിസീവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. സോ അയാളുടെ വെർബൽ ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി റിസീവർക്ക് ഉണ്ടാകണം. അതിന് അയാൾക്ക് ഒരു ആക്റ്റീവ് ലിസണിങ് കപ്പാസിറ്റി ആദ്യം ഉണ്ടാകണം. പിന്നെ രണ്ടാമത് റിസീവർക്ക് ഉണ്ടാകേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് നോൺ വെർബൽസ്. അതായത് ബോഡി ലാംഗ്വേജ് കൊണ്ടോ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടോ സിമ്പിൾ കൊണ്ടോ പിക്ചർ കൊണ്ടോ അങ്ങനെ എന്ത് രീതിയിൽ സെന്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അത് മനസ്സിലാക്കാൻ റിസീവർക്ക് അറിയാമായിരിക്കണം. എങ്കിൽ മാത്രമാണ് സെന്റർ എന്താണ് പറഞ്ഞതെന്നും എന്താണ് ഉദ്ദേശിച്ചതെന്നും മനസ്സിലാക്കണമെങ്കിൽ ആ നോൺ വെർബൽസ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി റിസീവർക്ക് ഉണ്ടാകണം. അതുകൊണ്ട് നോൺ വെർബല് മനസ്സിലാക്കാനുള്ള കഴിവ് റിസീവർക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് റിസീവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അഡാപ്റ്റബിലിറ്റി. അത് സെന്റർ പറയുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ചിലപ്പോൾ നമ്മൾ സെന്റർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ കൂടി അതിനെ ക്ഷമയോടുകൂടി അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കാതെ അതിനോടൊന്ന് പൊരുത്തപ്പെട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ എപ്പോഴും വിദ്യാർത്ഥിയോട് പഠിക്കുക എന്ന് പറയും. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും അധ്യാപകൻ അത് പറയുന്നത് ആ വിദ്യാർത്ഥിയുടെ നന്മയെ പ്രതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി അധ്യാപകനോട് പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. അതുപോലെ നമ്മൾ സെന്റർ പറയുന്ന കാര്യത്തോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ കൂടി അയാളോട് ഒരു സംയമനത്തോടു കൂടി പെരുമാറാൻ റിസീവർക്ക് ശീലമുണ്ടായിരിക്കണം. പിന്നെ റിസീവർക്ക് വേണ്ടുന്ന നാലാമത്തെ ഗുണമാണ് ഫീഡ്ബാക്ക്. അത് ഫീഡ്ബാക്ക് പറഞ്ഞ പോലെ നമുക്ക് സെന്റർ പറയുന്ന കാര്യത്തോട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. അത് നമ്മുടെ മനസ്സിനെ അനുസരിച്ച് അല്ലെ നമ്മുടെ മെന്റാലിറ്റി അനുസരിച്ച് ഓരോ റിസീവർക്കും അവരുടെ ഒപ്പീനിയൻ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സെന്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അയാളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എങ്കിൽ മാത്രമാണ് റിസീവർ ഇത് മനസ്സിലാക്കി അല്ലെ അയാളിലേക്ക് ഇത് എത്തി എന്ന് സെന്റർക്ക് മനസ്സിലാകുള്ളൂ. നമ്മൾ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം സെന്റർക്ക് റിസീവർക്ക് ഇത് മനസ്സിലായോ അല്ലെ അവിടെ കിട്ടിയോ എന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യം സെന്ററോട് യോജിക്കുന്നുണ്ടെങ്കിലും വിയോജിക്കുന്നുണ്ടെങ്കിലും ആ കാര്യം സെന്ററെ അറിയിക്കുക എന്നുള്ളത് ഒരു റിസീവറുടെ കടമയാണ്. പിന്നെ അടുത്തത് കൺക്ലൂഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ 2 വേ ആണ്. ഒരിക്കലും ഒരാൾക്ക് തന്നെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ തനിയെ നിന്ന് സംസാരിക്കുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനും പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും 2 പേരും, ഒരു സെന്ററും റിസീവറും ഉണ്ടാകും. ഒരാൾ തന്നെ നിന്ന് കമ്മ്യൂണിക്കേഷൻ സംസാരിക്കുന്നത് എപ്പോഴും ആത്മഗതം, സെൽഫ് ടോക്കിംഗ് എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെന്ററിന്റെ ഉള്ളിലുള്ള ഒരു കാര്യം റിസീവറിന്റെ ഉള്ളിലേക്ക് എത്തിക്കുകയും റിസീവർ അത് മീനിങ് ഫുൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ നടന്നതെന്ന്
നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഈ കമ്പോണൻസുകൾ, ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ കമ്പോണൻസുകളും ആവശ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ കമ്പോണന്റുകളെല്ലാം കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. അതാണ് കൺക്ലൂഷൻ. പിന്നെ സെമിനാർ റിപ്പോർട്ട് അതിന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. ഇത് എഴുതിയപ്പോൾ ഞാൻ ഓർമ്മിച്ച ഒരു കാര്യമാണ്, ഈ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൂലം എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടത്. അത് പെട്ടെന്ന് ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നാൽ ഞാൻ എൻ്റെ അവിടെ ഹോസ്പിറ്റലിലുള്ള ഏറ്റവും ഡിയർ ഫ്രണ്ടിനോട് പറയാതെ ഇറങ്ങിപ്പോന്നു. അവൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളോളം ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എന്റെ വീട്ടിലെ ആവശ്യമായിരുന്നു എനിക്ക് വലുത്. സോ അവളോട് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. അവൾക്ക് വേണമെങ്കിൽ അത് ചിന്തിക്കാമായിരുന്നു എന്ന് ഞാൻ കരുതി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ പോയിന്റിൽ നിന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു മൊബൈൽ ഫോൺ, ഒരു മെസ്സേജോ ഒരു കോളോ, അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡനോട് അവളെ ഒന്ന് അറിയിച്ചേക്ക് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോന്നായിരുന്നെങ്കിൽ അവൾക്ക് ഫീൽ ചെയ്യുമായിരുന്നില്ല. സോ അതപ്പോ എന്റെ ഭാഗത്തെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ അതുകൊണ്ട് ഒത്തിരി വർഷങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് കുട്ടി ഉണ്ടായത് അവൾ അറിഞ്ഞില്ല, അവളുടെ കല്യാണം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാരണം ഞങ്ങൾക്ക് കുറെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല രീതിയിൽ ഞങ്ങൾ പോകുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പിന്നെ നമുക്ക് സെമിനാറിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് മറ്റുള്ളവരോട് ചോദിക്കാം. ഇപ്പോ ശുഭ അവതരിപ്പിച്ച സെമിനാറിൽ ചില ക്വസ്റ്റ്യൻസ് ശുഭക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ, ഉണ്ടാക്കാനായിട്ട് പറ്റില്ലേ? പറ്റുമോ? ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇനി ചെയ്യണം എന്നല്ല, അതായത് ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ സെമിനാർ പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവരോട് ചോദിക്കുക. അപ്പൊ അവരതിന് ആൻസർ പറയുന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം ഈ സെമിനാർ കേട്ടിരുന്നു എന്ന് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അപ്പൊ അങ്ങനെ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്? ഇനി ആരാണുള്ളത്? ആരുമില്ല. ഓക്കെ, നോയ്സിനെ കുറിച്ച് എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഒന്ന് തമ്പ് ചെയ്തേ. നോയ്സ് ശുഭ എഴുതിയിട്ടുണ്ട്, മിനു സുരേഷ് എഴുതിയിട്ടുണ്ട്, സുബിത എഴുതിയിട്ടുണ്ട്, അളക എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ കുറച്ചു പേരെ കൊണ്ട് പറയിപ്പിച്ചായിരുന്നു. എത്ര പേര് ഇനി പറയാനുണ്ട് ഇഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട്? എല്ലാവരും പറഞ്ഞായിരുന്നോ? നോയ്സിനെ കുറിച്ച് അളക എഴുതിയിട്ടുണ്ടോ? അളക ഒന്ന് പ്രസന്റ് ചെയ്യാമോ? ആണല്ലേ? ഓക്കെ, തിരിച്ചു വന്നേ. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതിനുശേഷം തിരിച്ചെത്തുവോ ആ സമയത്തിനുള്ളില്? മീറ്റിങ്ങിന് വന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സുബിത കണ്ടക്ട് ചെയ്തോളൂ. ഓക്കെ മിസ്, കുറച്ച് എഴുതിയിട്ടുള്ളൂ കേട്ടോ, മനസ്സിലായത് കുറച്ച് എഴുതിയിട്ടുള്ളൂ. നോയ്സ് ഈസ് ദ കോസ് ഫോർ കമ്മ്യൂണിക്കേഷന്റെ ഫലമായിട്ടാണ് നോയ്സ് ഉണ്ടാകുന്നത്. നോയ്സ് ഈസ് എനിത്തിങ് ദാറ്റ് റെഡ്യൂസ് ദ ആക്യുറസി ഓഫ് ഫിഡിലിറ്റി ഓഫ് ദ നോയ്സ് ക്യാൻ അപ്പിയർ അറ്റ് എനി പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്നതാണ് നോയ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെന്റർ കാര്യങ്ങൾ അയക്കുകയോ അല്ലെങ്കിൽ റിസീവറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ മീഡിയത്തിൽ ഉണ്ടാകുന്നതിനെയാണ് പറയുന്നത്. അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവില്ല. അപ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തിനെ അല്ലെങ്കിൽ അവിടെ സെന്റർ മേ ക്രിയേറ്റ് നോയ്സ് ഇഫ് ദ ഡിസൈൻ ഈവൻ ഇൻ എന്റെ അടുത്ത് നിന്നാണ് എന്തെങ്കിലും നോയ്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നെങ്കിൽ അത് encoding process may contain noise if a fault symbols are selected to represent the data. അപ്പോൾ അത്
ആയിട്ടാണ് നമ്മുടെ സെൻഡർ ആശയങ്ങൾ റിസീവറുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആശയങ്ങൾ കൈമാറുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് റിസീവർക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണോ മിസ്? ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്. ശരിയാണോ? ശരിയാണ്, പറഞ്ഞോളൂ. The channel may contain noise that prevent the message from getting through. നമ്മൾ അയക്കുന്ന എക്കോ വരുന്നുണ്ടോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ സുജിതയ്ക്ക്? എക്കോ വരുന്നുണ്ടോ? സുജിത മിസ് ഇപ്പൊ കേൾക്കാണ്ടോ? കേൾക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ. The channel may contain noise that prevent the message from getting through exactly. അതായത് നമ്മൾ കൊടുക്കുന്ന ചാനലിൽ ഏത് മീഡിയം വഴിയാണോ നമ്മൾ റിസീവർക്ക് കാര്യങ്ങൾ സെൻഡ് ചെയ്യുന്നത്, ആ ചാനലിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. The receiver may decode the message incorrectly or misrepresent the meaning. അപ്പോൾ നമ്മൾ സെൻഡർക്ക് അയക്കുന്ന ആ മെസ്സേജുകൾ സെൻഡർക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ ആൾ ആ മെസ്സേജ് ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടാവും മനസ്സിലാക്കുന്നത്. അത് ആ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവാനുള്ള കാരണമാകുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷന് എപ്പോഴും സക്സസ്ഫുൾ ആവണമെങ്കിൽ നോയ്സിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിക്കേഷനിലെ ഫീഡ്ബാക്ക് കിട്ടുന്നതിന് നോയ്സ് ഒഴിവാക്കണം. സെൻഡർ പറയുന്ന കാര്യങ്ങൾ റിസീവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായാൽ മാത്രമേ ഫീഡ്ബാക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നോയ്സ് അവരുടെ കമ്മ്യൂണിക്കേഷനിലെ ഉണ്ടായ ആ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവില്ല. ഇത്രയാണ് എഴുതിയത്. ശുഭ എന്തോ പറയാമോ? ഒരു മിനിറ്റ് ഇട്ടോ. ഓക്കെ. ആശയവിനിമയത്തിലെ നോയ്സ് എന്ന് പറയുന്നത് സിഗ്നലുകളുടെ അനാവശ്യമായ അല്ലെ ക്രമരഹിതമായ തടസ്സങ്ങളെയാണ്. അതായത് മെയിനായിട്ടും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ നോയ്സ് എന്ന് പറയുന്നത് ആ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ്. അത് കൂടുതലായിട്ടും നമ്മുടെ സിഗ്നലുകൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെയാണ് കൂടുതലായിട്ടും ഈ നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ഇതിനുണ്ടാകുന്ന ആ സിഗ്നലുകൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മുടെ മെസ്സേജുകളുടെ കൃത്യതയും ആക്യുറസിയും ഒക്കെ ബാധിക്കും. അപ്പൊ സെൻഡർ പറയുന്നത് തന്നെയാണ് റിസീവർക്ക് മനസ്സിലാകണം എന്നില്ല. അപ്പൊ ആ സിഗ്നലുകളെ അങ്ങനെ ബാധിക്കാനുള്ള കാരണം ഒന്നെങ്കിൽ എൻവയോൺമെന്റിലെ എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആയിരിക്കാം, അല്ലെ മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പ്രകൃതിദത്തമായത് ഇടിമിന്നൽ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സിഗ്നൽ നഷ്ടപ്പെട്ട് നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇടിമിന്നൽ ഉണ്ടായി നമ്മുടെ സിഗ്നൽ നഷ്ടപ്പെട്ട് റിസീവറിലേക്ക് ശരിയായ ഇൻഫർമേഷൻ എത്താത്ത അവസ്ഥയുണ്ടാകാം. അതൊരു നോയ്സിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും, ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ വൈദ്യുത ലൈൻ കമ്പികളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ എന്തെങ്കിലും തകരാറുകളോ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഈ സിഗ്നലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വരുന്ന തകരാറുകളെല്ലാം മിക്കപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷനെ മോശമായിട്ട് തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ട് ഈ വയർലെസ് ആശയവിനിമയം നടത്തുന്നവരുണ്ടല്ലോ, കൂടുതലും അത് ഈ പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ കയ്യിലുള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ വയർലെസ് സാധനങ്ങളിലൊക്കെ മെയിൻ ആയിട്ടും ഇങ്ങനെ സിഗ്നലുകളെ ഇതനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഈ ഇടിമിന്നലോ അല്ലെ വൈദ്യുത കമ്പികളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സിഗ്നലുകൾക്ക് പ്രശ്നം വരുമ്പോൾ മെയിൻ ആയിട്ടും സാധാരണ ഉള്ള മൊബൈൽ ഫോൺ പോലെയുള്ളതിനും സംഭവിക്കും. എന്നാൽ ഈ വയർലെസ് ആശയവിനിമയങ്ങൾ നടത്തുന്നവർക്ക് കൂടുതലായിട്ടും ഇത് മോശമായിട്ട് ബാധിക്കും.
പിന്നെ ഈ നോയ്സ് വരുന്നത് നമ്മുടെ ഫിസിക്കൽ നോയ്സുകളുണ്ട്. ഫിസിക്കൽ നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വളരെ സൗണ്ട് കൂട്ടി മ്യൂസിക് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ ട്രാഫിക്കിലെ സൗണ്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ മൊബൈൽ ഫോണിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ പലതരത്തിലുള്ള ഫിസിക്കൽ നോയ്സുകളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു ട്രാഫിക്കിൽ വളരെയധികം ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരാളെ മൊബൈൽ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നത് റിസീവർക്ക് എന്താണെന്ന് മനസ്സിലാകില്ല, അല്ലെങ്കിൽ ഒന്നുകിൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പാർഷ്യലായിട്ടേ മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അവരിലേക്ക് എത്തുന്നത്. അതുപോലെ ഈ ലൗഡ് മ്യൂസിക് ഒക്കെ ഉള്ള ഒരിടത്ത് നിന്ന് നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മറ്റൊരാളിലേക്ക് അത് കറക്റ്റായിട്ട് എത്തണമെന്നില്ല. അതുപോലെ ഈ കല്യാണ പാർട്ടികൾ, അങ്ങനത്തെ വീടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എത്തണം എന്നില്ല. ഇതൊക്കെ സൗണ്ടിന്റെ കാര്യം. പിന്നെ ലൈറ്റ്, ഇപ്പൊ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു ലെറ്റർ അയക്കുന്നതാണെങ്കിൽ പുവർ ലൈറ്റ്, വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരിക്കലും മൊബൈൽ ഫോണിൽ കൂടെ സംസാരം മാത്രമല്ലല്ലോ, എഴുതുന്നതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാലോ. അപ്പൊ നമ്മുടെ ലൈറ്റ് കുറവുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഒരാൾ ഒരു ലെറ്റർ എഴുതുന്നതെങ്കിൽ ആ വെളിച്ചം കുറവ് കമ്മ്യൂണിക്കേഷന് പ്രശ്നമാകാം. അതൊക്കെയാണ് ഫിസിക്കൽ നോയ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ സൈക്കോളജിക്കൽ നോയ്സുകളും ഉണ്ട്. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ പറയുന്ന പോലെ സംസാരിക്കുന്നതാണെങ്കിൽ, നേരിട്ട് സംസാരിക്കുന്നോ മൊബൈൽ ഫോൺ വഴിയോ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നോയ്സ്, അത് നമ്മുടെ മാനസിക പ്രശ്നം, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില സൗണ്ടുകളുണ്ടല്ലോ, മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില ശബ്ദങ്ങൾ, അത് ദേഷ്യത്തിന് വരുന്നതാകാം, സങ്കടം കൊണ്ടൊക്കെയാണ് ഈ ഏങ്ങലടിച്ച് സംസാരിക്കുന്നവര്. അപ്പൊ പറയുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലാകില്ലല്ലോ. അവരാ കരയുന്നതിന്റെ ആ ഏങ്ങലടിക്കുന്നതിന്റെ സൗണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് കുറച്ചൊക്കെ നമ്മൾ പിന്നെ ഊഹിച്ച് എടുക്കുന്നതല്ലേ, അല്ലാണ്ട് ക്ലിയർ ആയിട്ട് അവർ പറയുന്നത് നമുക്ക് പിടിയിട്ടില്ലല്ലോ. അങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൗണ്ടുകളും ചിലപ്പോൾ ഈ കമ്മ്യൂണിക്കേഷന് മോശമായിട്ട് ബാധിക്കുന്ന ഒരു നോയ്സ് ആയിട്ട് മാറാം. പിന്നെ ഉള്ളത് ഫിസിക്കൽ നോയ്സ്. ഫിസിക്കൽ എന്ന് ഫിസിയോളജിക്കൽ എന്ന് പറയുന്ന നോയ്സ്. ഫിസിക്കൽ നോയ്സ് എന്ന് പറയുന്നതാണ് ലൗഡ് സൗണ്ട്, ട്രാഫിക്, അതൊക്കെ. പിന്നെ അടുത്തുള്ളത് ഫിസിയോളജിക്കൽ നോയ്സ്. അത് റിസീവറിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, റിസീവറിന് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാകാം, അല്ലെ മാനസികമായിട്ട് അയാൾ കേൾക്കാൻ റെഡി അല്ലായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ മൊബൈൽ ഫോണിനോ സിഗ്നലുകളിനോ ഒക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിട്ട് സെൻഡർ അയക്കുന്ന മെസ്സേജ് കറക്റ്റ് ആയിട്ട് അയാളിലേക്ക് എത്തുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ളതാണ് ഫിസിയോളജിക്കൽ നോയ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ നോയ്സിന്റെ ഇമ്പാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ, നോയ്സ് കൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ മനസ്സിലായില്ലെന്ന് വരാം, അല്ലെങ്കിൽ കുറച്ച് മനസ്സിലായെന്ന് വരാം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യം ശരിയായിരിക്കണമെന്നില്ല, അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സെൻഡർ പറയുന്നതായിരിക്കില്ല റിസീവറിലേക്ക് എത്തുന്നത്. പിന്നെ എറർ ആൻഡ് കൺഫ്യൂഷൻ. അപ്പം പറയുന്ന കാര്യങ്ങൾ പലതും എറർ ആയിരിക്കും. പിന്നെ റിസീവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സെൻഡർ എന്താണ് പറഞ്ഞത്, ചെയ്യാനാണോ പറഞ്ഞത്, ചെയ്യണ്ടെന്നാണോ പറഞ്ഞത്, വരാനാണോ പറഞ്ഞത്, വരണ്ടെന്നാണോ പറഞ്ഞത്, അങ്ങനെ എന്താണ് സെൻഡർ പറഞ്ഞത് എന്നുള്ള ഒരു കാര്യത്തിൽ റിസീവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പിന്നെ റെഡ്യൂസ് എഫിഷ്യൻസി. ഈ നോയ്സ് കാരണം കമ്മ്യൂണിക്കേഷന്റെ എഫിഷ്യൻസി കുറയും. കാരണം മനസ്സിലാകില്ല, റിസീവർക്ക് എന്താ പറഞ്ഞതെന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ സെൻഡർക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുകയില്ല റിസീവറിന്റെ ഭാഗത്തുനിന്ന്. സോ ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേഷന്റെ എഫിഷ്യൻസി കുറയും. അത്രേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി മിനു സുരേഷാണ് വായിക്കാനുള്ളത് അല്ലേ? യെസ് മാം. ഓക്കെ, ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. നോയ്സ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നോയ്സ് ഈസ് എനിത്തിങ് reduces the accuracy or fidelity of communication. It is the main cause of communication barriers and can appear at any point to the communication process. അതായത് ആശയവിനിമയത്തിലെ വ്യക്തതയും കൃത്യതയും കുറയ്ക്കുന്ന ഏതൊന്നും ശബ്ദം എന്നാണ് പറയുന്നത്. അത് ആശയവിനിമയത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രധാന കാരണമാണ് ശബ്ദങ്ങള്. ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരാൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യം മറ്റുള്ളവരോട് കറക്റ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല ചുറ്റുമുള്ള ശബ്ദം കൊണ്ട്. ആശയവിനിമയത്തിന്റെ ഏത് ഘട്ടത്തിലും
ഇത് ശബ്ദത്തിന്റെ പ്രശ്നം ഉണ്ടാവാം. പിന്നെ ടൈപ്സ് ഓഫ് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷനിൽ ശബ്ദത്തിന്റെ ഇത് വരുന്നത് സെൻഡർ നോയ്സ്, എൻകോഡിംഗ് നോയ്സ്, ചാനൽ നോയ്സ്, റിസീവർ നോയ്സ്. സെൻഡർ നോയ്സ് വെച്ചാൽ occurs if the sender perceives or discern an event incorrectly. അതായത് സന്ദേശം നമ്മൾ ഒരാൾക്ക് അയക്കുമ്പോൾ ആ സംഭവത്തെ ശബ്ദം ഉണ്ടെങ്കിൽ ആൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധ്യത ഇല്ലാതാകും. അത് അയാള് നമ്മള് കറക്റ്റായിട്ടുള്ള കാര്യം അങ്ങോട്ട് അയക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ശബ്ദങ്ങൾ കയറി വരികയാണെങ്കിൽ അയാളത് തെറ്റായി മനസ്സിലാക്കിയാൽ അത് വേറൊരു വലിയൊരു പ്രശ്നങ്ങളായിട്ട് അത് മാറാം. അതുപോലെ എൻകോഡിംഗ് നോയ്സ് happens if the encoding process contains errors such as selecting faculty symbols to represent the idea. അതായത് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആളോട്, അതായത് സെൻറ്ററായിട്ട് ഇങ്ങനെ അയക്കുമ്പോൾ ചിഹ്നങ്ങളും തെറ്റായ ചിഹ്നങ്ങളോ അതായത് വാക്കുകളോ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എൻകോഡിങ് അത് കറക്റ്റ് ആവില്ല. അതങ്ങനെ ഒരു പ്രശ്നം വരും. ശബ്ദത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്. ശബ്ദം കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ആശയവിനിമയത്തിന് അതൊരു പ്രധാന പ്രശ്നമാണ്. പിന്നെ ചാനൽ നോയ്സ് എന്ന് പറയുമ്പോൾ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ കണ്ടെയ്ൻ ഡിസ്റ്റർബൻസ് ദാറ്റ് പ്രിവെന്റ് ദ മെസ്സേജ് ഫ്രം ബീയിങ് ട്രാൻസ്മിറ്റഡ് ക്ലിയർലി. അതായത് നമ്മൾ ഒരാൾക്ക് സന്ദേശം അയക്കുമ്പോൾ അതിൽ കൂടെ ഇപ്പോൾ അത് കടന്നു പോകുന്ന മാർഗത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ, ഇപ്പോൾ ശുഭ പറഞ്ഞ പോലെ മഴയോ കാറ്റോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്ദേശം കറക്റ്റായിട്ട് അവിടെ എത്തില്ല. അത് ചിലപ്പോൾ മെയിനായിട്ട് നമുക്കിപ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ സമയത്ത് നമ്മൾ ഒരു സന്ദേശം അയക്കണം, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സന്ദേശം അയക്കണം ഇത് വരുമ്പോൾ അവിടെ കറക്റ്റ് സമയത്ത് അത് എത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ജോലിനെ ബാധിക്കും. അത് ശ്രദ്ധിക്കണം. അതുപോലെ റിസീവർ നോയ്സ്. ദ റിസീവർ മേ ഡീകോഡ് ദ മെസ്സേജ് ഇൻകറക്ട്ലി ഓർ മിസ്ഇന്റർപ്രറ്റ്സ് ഇറ്റ്സ് മീനിങ്. അതായത് സന്ദേശം നമ്മൾ അയക്കുമ്പോൾ സ്വീകരിക്കുന്ന ആള് അതിൻ്റെ ഇടയിൽ ശബ്ദങ്ങളൊക്കെ കയറി വന്ന് അത് തെറ്റായി അർത്ഥാക്കും. അങ്ങനെയാവുമ്പോൾ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവാം. അത് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് റൂമുകളിലൊക്കെ ഭയങ്കര ശബ്ദങ്ങൾ വരുമ്പോൾ, അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ ശബ്ദങ്ങൾ വരുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കുട്ടികൾക്ക്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അതിനെ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കത് ബുദ്ധിമുട്ട് വരും. അത് ശബ്ദത്തിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ക്ലാസ്സിലെ ടീച്ചർ നല്ല ഉച്ചത്തിൽ സംസാരിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ശബ്ദം കൂട്ടി സംസാരിക്കണം. ചില സ്ഥലത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ശബ്ദം ചിലപ്പോൾ കൂടുതലായി കഴിഞ്ഞാലും അതൊരു പ്രശ്നമായിരിക്കും. പിന്നെ നോയ്സ് ഇൻറ്ററപ്റ്റ്സ് the effective flow of communication and can occur at the sender's end during the encoding through the channel or at the receiver's end. അതായത് ശബ്ദം എന്ന് പറയുന്നത് ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് സന്ദേശം അയക്കുന്നതിൽ നിന്നും എൻകോഡിംഗ് സമയത്ത് നമ്മുടെ സന്ദേശം സ്വീകരിക്കുന്നവരിൽ നിന്നും, അതായത് സന്ദേശം അയക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അവിടെ അവരത് വോയിസ് ആയിട്ട് കേൾക്കുമ്പോൾ അവിടെയും ശബ്ദം ഉണ്ടെങ്കിൽ അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ മാം. ഓക്കെ, വെരി ഗുഡ്, നന്നായി ചെയ്തു കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ അവതരിപ്പിക്കാനായിട്ട്? രാജേശ്വരി ചെയ്തിട്ടുണ്ടോ? രാജേശ്വരി രാജേന്ദ്രൻ ഒന്നും ചെയ്തില്ല, സെമിനാറും ചെയ്തില്ല. സൗമ്യ ഔട്ട്സൈഡ് ആണ്. ഓക്കെ, സൗമ്യ റജോ ക്ലാസ്സിൽ കയറാറുണ്ടോ? മാം അതെ, എന്റെ ഐഡി മാറിപ്പോയതാണ്. അങ്ങനെയാണ്.
എന്താണ്? ഞാൻ അനിലാണ്. ഞാനിപ്പോ എന്റെ ID മാറിപ്പോയതാണ്. ID മാറിയതാണ് അല്ലേ? ഓക്കെ. അനില് ചെയ്തിട്ടുണ്ടായിരുന്നോ? സെമിനാർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. നോട്ട്സ് ഒന്നും കയ്യിലില്ല. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാട്ടോ. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കേട്ടതിനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണ്ടി സെമിനാർ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ചെയ്യാത്തവര് അടുത്ത ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ ഇനി അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. കാണുന്നുണ്ടോ എല്ലാവരും? വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എല്ലാവരും. ഓക്കെ. In any classroom, teaching is done through the method the following varieties of communication. അതായത് നമ്മുടെ ഏത് ക്ലാസ് റൂമിലാണെങ്കിലും താഴെ പറയുന്ന രീതികളിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ and ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? ടീച്ചർ മാത്രമാണ് പറയുന്നതല്ലേ അവിടെ. നമുക്ക് നോക്കാം. ആദ്യം അതൊന്ന് വായിക്കാം. lecture based communication, when the teacher introduces the lesson, when he explains, demonstrates a skill, when he talks lectures about a theme, when he sums up a lesson. Here the teacher is always forceful. It is one-way communication. The learner's role is to listen, perceive and assimilate. There is no communication among the students themselves. മനസ്സിലായല്ലോ എന്താണെന്ന്? ഇവിടെ ആരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ടീച്ചർ മാത്രമാണ് അല്ലെ. ഇവിടെ ടീച്ചർക്ക് മാത്രമാണ് സംസാരിക്കാനായിട്ട് അവകാശമുള്ളത്. അപ്പൊ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. നമ്മുടെ ട്രഡീഷണൽ രീതി ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങള്. ടീച്ചർ ഒരു ബുക്ക് ഉണ്ട് കയ്യില്, ഒരു വടി ഉണ്ട്, ക്ലാസ് റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്നു. ക്ലാസ്സിന്റെ ചിലപ്പോൾ ക്ലാസ് മുറിയുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ചെയറിലിരിക്കുകയോ ചെയ്യാം. ബുക്ക് നിവർത്തി വെക്കുന്നു. ആവശ്യമുള്ള, അതായത് എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് എടുക്കുന്നു. കുറെ ഉച്ചത്തിൽ വായിക്കുന്നു. ഇത് കുട്ടികൾ കേട്ടിരിക്കുന്നു. ഒരു ആദ്യം തന്നെ അവരൊരു ലെസൺ എടുക്കാനായിട്ട് പോകുമ്പോൾ ആ ലെസനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് വിവരിക്കുന്നു. പിന്നെ അതിന്റെ തീമിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ആ ലെസൺ അവര് സമപ്പ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. എന്ത് മനസ്സിലായത് ഇന്ന്? ആരാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്? ടീച്ചർ മാത്രമാണ് അല്ലെ. ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ ആണ്, നിർബന്ധിതയാണ്. അതായത് അവർക്ക് മാത്രമാണ് അവിടെ പറയാനായിട്ട് അവകാശമുള്ളത്. ഓക്കെ. കുട്ടികൾ എന്ന് പറയുന്നത് വെറും കേൾവിക്കാര് മാത്രമാണ്. അതായത് ആ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? കുട്ടികൾ ചെയ്യുന്നത്. അപ്പോ ഇവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരാള് മാത്രം സംസാരിക്കുക. ഓക്കെ. അവിടെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ നോക്കുന്നില്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നില്ല, ഒന്നും അവിടെ നോക്കുന്നില്ല. ടീച്ചർക്ക് എന്താണോ പറയാൻ തോന്നുന്നത് ആ പറയാൻ പോകുന്ന കാര്യങ്ങൾ ടീച്ചർ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. കുട്ടികൾക്ക് അത് മനസ്സിലായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇങ്ങനെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല ഇവിടെ അവര് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവിടെ അവര് അവതരിപ്പിക്കുന്നില്ല. ഓക്കെ. അപ്പോ ഇവിടെ ലേണേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കാണ്. അവരുടെ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക മാത്രമാണ്. അപ്പോ ഇവിടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും മറ്റ് സ്റ്റുഡൻസിനും തമ്മിൽ എന്തില്ല? എന്താണ് ഇല്ലാത്ത? കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇല്ല. ടീച്ചറിനും സ്റ്റുഡൻസിനും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതുപോലെ സ്റ്റുഡൻസ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഒരാള് വന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? കേൾക്കുക. അതായത് ചിലപ്പോ ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റേ ചെവി കൂടി കളയാം. ഓക്കെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ വർക്ക് ആവുന്നില്ല അവരുടെ. കാരണം കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു എന്നത് മാത്രമാണ്. ജസ്റ്റ് ബുക്ക് നോക്കി വായിച്ച് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത്. ഓക്കെ.
അപ്പൊ നമ്മുടെ ഈ ഒരു മെത്തേഡ് എന്ത് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് പറയാമോ? വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണോ? കമ്മ്യൂണിക്കേഷൻ ആണോ? Two-way communication. വൺ വേ ആണോ? Two-way communication. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട് അല്ലെ. അതാണ് നിങ്ങളെ കൊണ്ട്, അതായത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ പറയണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? അതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആവാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ മാത്രം പറയുന്ന ആളായിട്ട് മാറും. ഓക്കെ, എനിക്ക് മാത്രമാണ് ഇവിടെ റോൾ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ചെയ്ത് പോകാം അല്ലെ. ആ ഒരു രീതിയിലാവും ചിലപ്പോൾ ക്ലാസ് വരിക. അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടു വേ കമ്മ്യൂണിക്കേഷൻ സജസ്റ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടി നല്ലതാണ്, ആപ്ലിക്കബിൾ ആണ്. കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും അവരുടെ ബ്രെയിനിലോട്ട് കുറെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നതിനും അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ തീരുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഇതാണ് ഈ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ടീച്ചറിനാണ് ഇവിടെ റോൾ ഉള്ളത് കേട്ടോ. ടീച്ചർ ഇവിടെ ഓൾവേസ് ഫോഴ്സ്ഫുൾ ആണെന്ന് പറയുന്നത് ടീച്ചർ അവിടെ പറയാനായിട്ട് നിർബന്ധിതയാണ്, അത് പറഞ്ഞേ തീരും. അപ്പൊ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. Sign out, ma'am. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. A big thanks to ma'am who conducted the class so well and also the students who attentively attended it. Today teacher taught us the communication chapter. Today's class was very interesting and informative. Today, few students presenting seminar for communication. That was very interesting. A big thanks to Ashwati ma'am for spending her valuable time for us. Once again, thank you, Ashwati ma'am. ഓക്കെ, അപ്പൊ Thank you, ma'am. എന്റെ ക്ലാസ് വ്യാഴാഴ്ചയാണ് കേട്ടോ വരുന്നത്. വ്യാഴാഴ്ച എന്റെ ക്ലാസ് ആണ് കേട്ടോ. വെള്ളിയാഴ്ചയാണ് സാറിന്റെ ക്ലാസ്. ഓക്കെ, ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ആക്ഷൻ സോങ്, സ്റ്റോറി, അതുപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. നിങ്ങൾ തന്നെ ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യുക, സ്റ്റോറി എന്തെങ്കിലും അവതരിപ്പിക്കുക, അതുപോലെ എന്തെങ്കിലും മെസ്സേജ് ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കോട്ടുകൾ അത് മെസ്സേജ് ആയിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you, miss. Thank